അപ്പോൾ ഇനി ഏറ്റവും ഗംഭീര ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് ഇനി ഒറ്റപ്പാലത്തിന്റെ മണ്ണിൽ ലൈവായി തുടരും. ഒറ്റപ്പാലം കിഴക്കേ തോടിനു കുറുകെയുള്ള പുതിയ പാലം നിർമ്മാണത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം സ്ഥലം പരിശോധിച്ച് സുരക്ഷ ഒരുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഒറ്റപ്പാലത്തെ കിഴക്കേ തോടിനു കുറുകെയുള്ള പുതിയ പാലം നിർമ്മാണം നടക്കവേ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഒറ്റപ്പാലം തോടിനു കുറുകെയുള്ള പഴയ പാലത്തിന് സമീപം നടത്തുന്ന നിർമ്മാണ പ്രവൃത്തികൾക്കാണ് വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലെന്ന ആക്ഷേപം ഉയരുന്നത്. പാലക്കാട് കുളപ്പുള്ളി പ്രധാന പാതയിലെ ഗതാഗത കുരുക്കിനേറെ ആശ്വാസം പകരുന്ന പാലം നിർമ്മാണമാണ് അപകടം വിളിച്ചോതുന്നത്. മണ്ണുമാന്ത്രി യന്ത്രം ഉപയോഗിച്ച് റോഡിന് ചേർന്ന ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തതോടെയാണ് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത്. ഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നുപോകുന്നതും ബാരിക്കേഡുകൾ ഇല്ലാത്തതിനാൽ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് വശം ചേർന്ന് പോകുന്നതും അപകട സാധ്യത വർദ്ധിക്കുന്നു. തുടരെയുള്ള മഴയും മണ്ണിടിച്ചിലും സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം സ്ഥലം പരിശോധിച്ച് സുരക്ഷ ഒരുക്കണമെന്ന് ഒറ്റപ്പാലം നഗരസഭ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ ആവശ്യപ്പെട്ടു. നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള മണ്ണും മണലും അതോടൊപ്പം തന്നെ ഉപയോഗശൂന്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നിർമ്മാണ സാമഗ്രികളൊക്കെ മാറ്റിക്കൊണ്ട് നീരൊഴുക്കിന് സാധ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് കൃത്യമായി ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടത്തുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി പാലത്തിൻ്റെ ഭാഗത്തെ മണ്ണുകളും അതുപോലെ തന്നെ കുന്നുകളും ഒക്കെ ഇടിച്ച് താഴ്ത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ജനങ്ങൾ ആശങ്കയോടെയാണ് നോക്കിക്കണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ആ മണ്ണിടിയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് ശരിക്കും സർക്കാർ പ്രതിസ്ഥാനത്താണ് നിൽക്കുന്നത്. ഇതിന് മറുപടി പറയാൻ MLA ബാധ്യസ്ഥരാണ്, ബന്ധപ്പെട്ട വകുപ്പ് ബാധ്യസ്ഥരാണ്. ഇതൊന്നും മറുപടി പറയാതെ ജനങ്ങളുടെ മുന്നിൽ മറ്റു രീതിയിലുള്ള പ്രഹസനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ബൈപ്പാസ് വന്നാലും 300 മീറ്റർ അകലെ ബൈപ്പാസ് വന്നാലും ഇതേ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒറ്റപ്പാലത്ത് ആവശ്യം ബൈപ്പാസ് അല്ല കോസ്വേ ആണ് എന്ന ഒരു വസ്തുതയിലേക്ക് ഈ ശ്രീധരൻ സാർ പങ്കുവച്ച വസ്തുതയിലേക്കാണ് ഒറ്റപ്പാലം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് എത്താൻ ഈ ബന്ധപ്പെട്ട തയ്യാറാകണം എന്ന് മുസ്ലിം ലീഗിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല ഈ ഇപ്പോൾ നിലവിൽ വന്ന പ്രതിസന്ധി പരിഹരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നും ബന്ധപ്പെട്ടവരോട്